ഈ രുദ്രപ്രയാഗിൽ മാത്രമല്ല ഹരിദ്വാറിലും വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. ഭീംഗോഡ തുരങ്കത്തിന് സമീപമുണ്ടായ ആ അപകട ദൃശ്യങ്ങളിലേക്ക് പോയി. ഹരിദ്വാറിലും വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു ദൃശ്യമാണ് നിങ്ങളുമായി ഇപ്പോൾ പങ്കുവച്ചത്. ഭീംഗോഡ തുരങ്കത്തിന് സമീപമാണ് ഈ അപകട ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. ഉത്തരകാശിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 100ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ദേശീയപാതയിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി. ഋഷികേശിലേക്കുള്ള റോഡ് അടച്ചു. പ്രളയത്തിൽ ഹർഷിലെ ആർമി ക്യാമ്പിലുണ്ടായിരുന്ന 10 സൈനികരെ കാണാതായി എന്നും റിപ്പോർട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ് സംഘമാണ് ദുരന്ത സ്ഥലത്തെത്തിയ ആദ്യ മലയാള ചാനൽ. ഉത്തരകാശിയിൽ നിന്ന് അർജുൻ പീതാംബരൻ ചേരുന്നത് നമുക്ക് ദൃശ്യങ്ങൾ നോക്കാം. അർജുൻ പീതാംബരൻ വിശദവിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, അങ്ങോട്ടേക്ക് എത്താൻ ഇനിയും കുറച്ചുകൂടി സമയമെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഈ വഴിയിലൊക്കെ കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്ത്? റോഡ് ഗതാഗത യോഗ്യം അല്ലാതായി കിടക്കുന്ന സ്ഥലങ്ങൾ നിരവധിയുണ്ടോ? വിശദവിവരങ്ങൾ എന്താണ് അർജുൻ? മൂത്തി, ഞാൻ ധാരാളിയിലേക്കുള്ള യാത്രാ മധ്യയാണ്. പക്ഷേ ആ യാത്ര എത്രത്തോളം സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും യാതൊരു ഉറപ്പുമില്ല. ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഹാർഷിലാണ്. ഹാർഷിൽ എന്ന ടൗണാണ്. കാരണം ഹാർഷിൽ ടൗണിൽ നിന്നും ധാരാളിയിലേക്കുള്ള ആ പാത അത് പലയിടത്തും പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇപ്പോഴും അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന വസ്തുത. അവിടത്തേക്ക് NDRFും SDRFും സൈന്യത്തിനുമൊന്നും തന്നെ കൂടുതൽ സംഘങ്ങൾക്ക് പോകാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട്. അതായത് കാൽനടയായി പലരും ഹർഷിൽ നിന്ന് ഈ രക്ഷാപ്രവർത്തകർ അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങൾ കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ ഇപ്പോൾ ഈ ദുരന്തം നടന്ന ധരാലി എന്ന് പറയുന്ന ഗ്രാമത്തിലുണ്ട്. നമുക്കിപ്പോൾ സർവ്വതും വിഴുങ്ങി മുന്നോട്ട് കുതിക്കുന്ന നദിയുടെ, ഭാഗീരഥി നദിയുടെ ആ രൗദ്രഭാവം പൂണ്ട കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ഉത്തരകാശി ടൗണിൽ നിന്നും ഞാൻ ഏറെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നും കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ എനിക്ക് ഹാർഷിലേക്ക് എത്താൻ സാധിക്കും. പിന്നീട് അവിടെ നിന്നാണ് 5-6 കിലോമീറ്റർ മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ധാരാളി എത്തുക. ധാരാളിയിലേക്കുള്ള വഴി പക്ഷേ പൂർണ്ണമായിട്ടും അടച്ചിരിക്കുന്നു. ഈ ഉത്തരകാശി എത്തുന്നത് വരെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടാണ് ഇവിടെ വരെയെങ്കിലും എത്താൻ സാധിച്ചത്. കാരണം ദേശീയപാത 34, അതായത് ഹരിദ്വാറിൽ നിന്നും അതുപോലെ തന്നെ ഋഷികേശിൽ നിന്നുമെല്ലാം ചാർധാം യാത്രയ്ക്കായി ഗംഗോത്രിയിലേക്കും അമർനാഥിലേക്കും എല്ലാം പോകുന്ന പ്രധാന പാതയാണ്. അത് പലയിടത്തും മണ്ണിടിച്ചിലും അതുപോലെ ഉരുൾപൊട്ടലും എല്ലാം ഉണ്ടായി. ഗതാഗത സ്തംഭനം തന്നെ ഉണ്ടായിരിക്കുകയാണ്. വാഹനങ്ങളിലേക്ക് വെള്ളം കയറി, കല്ലും മണ്ണും ഇടിച്ചു കയറി വലിയ തോതിൽ ഈ ബുൾഡോസറുകൾ വന്ന് അവിടെ മണ്ണ് മാറ്റിയാണ് ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന യാത്രാമധ്യേ ഒരുപാട് ആളുകൾ നമ്മളെ സഹായിച്ചു. വാഹനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കല്ലുകൾ മാറ്റിത്തന്നു, മണ്ണ് മാറ്റിത്തന്നു. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഇതുവരെയും എത്താൻ സാധിച്ചത്. ഏറെ ദുർഘടം പിടിച്ച പാതയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പോകുന്ന വഴിയിലെല്ലാം കാണാൻ സാധിക്കുന്നത് വലിയ കല്ലുകൾ ഉരുണ്ട് താഴേക്ക് വീഴുന്നതാണ്, മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴുന്നതാണ്. അതെല്ലാം നേരിട്ട് അതിൻ്റെ എല്ലാം ഭയത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരു ഭീഷണി ഈ പ്രദേശത്ത് ആകെ നിലനിൽക്കുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നേരത്തെ നദിയുടെ ആ ഒരു ഭാവം എന്താണെന്ന് ഞാൻ കാണിച്ചു തന്നു. ഇപ്പോഴും ഇവിടെ ഒരു പ്രളയ സാധ്യത നിൽക്കുന്നുണ്ട്, മുന്നറിയിപ്പ് നിൽക്കുന്നുണ്ട്. കനത്ത മഴയാണ്. അടുത്ത 3 മണിക്കൂറിൽ വലിയ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് ഗതാഗത തടസ്സത്തിനും
ഒക്കെ ഒപ്പം തന്നെ ഒരു ശ്മശാന മൂകത കൂടി ആ മേഖലയിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു അർജുൻ. അത്തരത്തിലൊരു മേഖല കൂടിയാണല്ലേ? ഇവിടെ ജനവാസ മേഖലയാണ് മോത്തി. പക്ഷെ ആളുകൾ ആരും ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല. രാവിലെ 8 മണി ആയിട്ടേ ഉള്ളൂ. നല്ല തണുപ്പാണ്, നല്ല മഴയാണ്. പക്ഷേ പട്ടണത്തിൽ പോലും അധികം സജീവമല്ല. ആളുകളൊന്നും തന്നെ പുറത്തിറങ്ങുന്നില്ല. കാരണം കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു, കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. എല്ലാവരും ജാഗ്രത പാലിച്ചിരിക്കണം, അധികാരികളുടെ നിർദ്ദേശം പാലിച്ച് സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന്. ഇപ്പോൾ എനിക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഈ ഭാഗീരഥി നദിയുടെ ആ രൗദ്രഭാവം പൂണ്ട് മുന്നോട്ടൊഴുകുന്ന ആ ഒരു ശബ്ദം മാത്രമാണ് എനിക്കിവിടെ കേൾക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മഴ പെയ്യുന്നുണ്ട്, അതിനെയും ശബ്ദമുണ്ട്. മറ്റൊന്നും തന്നെ ആളനക്കമോ മറ്റ് വാഹനങ്ങൾ പോകുന്നത് ബുൾഡോസറുകളും അതുപോലെ സൈന്യത്തിൻ്റെ വാഹനങ്ങളും ഈ ദുരന്ത നിവാരണ സേനയുടെ വാഹനങ്ങളും അധികാരികളുടെ വാഹനങ്ങളും മാത്രമാണ്. അതും ഒരുപാടൊന്നും പോകാൻ സാധിക്കുന്നില്ല. റോഡെല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. ഇതെല്ലാം നന്നാക്കി കുറച്ചായി മാത്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. എന്തായാലും ഏറെ പണിപ്പെടും. ഇനിയും ഒരുപാട് ശ്രമങ്ങൾ നടത്തേണ്ടി വീണ്ടും ഹർഷിൽ കഴിഞ്ഞ് ധാരാളിയിലേക്കുള്ള ആ ഒരു ഗതാഗതം അത് യോഗ്യമാക്കിയെടുക്കാൻ വേണ്ടി. പക്ഷേ അതുവരേക്കും സൈന്യവും ഡോക്ടർമാരുടെ സംഘവും എത്ര സമയം കൊണ്ട് ഇവിടെ നിന്നും അർജുൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്താൻ കഴിയുമായിരുന്നു? നോക്കൂ മോത്തി, ഇവിടെ നിന്ന് ഏകദേശം 70 മുതൽ 80 കിലോമീറ്റർ വരെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. പക്ഷേ അത് നമുക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ടെല്ലാം പൂർത്തിയാക്കുന്നത് ഒരു പക്ഷേ ഇനി 3 മണിക്കൂറോ 4 മണിക്കൂറോ. അതും ഹർഷിൽ നിന്നും മുന്നോട്ടുള്ള റോഡ് അത് ഗതാഗത യോഗ്യമാക്കി എടുത്താൽ മാത്രമേ ദുരന്ത സ്ഥലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. പക്ഷേ ഹർഷിലേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ വന്നത് ഡൽഹിയിൽ നിന്നാണ്. ഡൽഹിയിൽ നിന്നും 7 മണിക്കൂറും 8 മണിക്കൂറും കൊണ്ട് എത്തേണ്ട സ്ഥലം ഇപ്പോൾ 12 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 12 മണിക്കൂർ പിന്നിട്ടിട്ടും എത്താൻ സാധിക്കുന്നില്ല. അത്രയും മോശമാണ് റോഡുകളുടെ എല്ലാം അവസ്ഥ. ആ രീതിയിൽ പൊളിഞ്ഞു കിടക്കുകയാണ്. വാഹനങ്ങൾ മുന്നോട്ടെടുക്കുമ്പോൾ പോലും അത്രയേറെ ഭയമുണ്ട്. കാരണം ഓരോ നിമിഷവും കല്ലും മണ്ണും താഴേക്ക് ഇറങ്ങി വരികയാണ്, ഉരുതിക്കൊണ്ട് വീണു വരികയാണ്. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും നേരിട്ട് തന്നെയാണ് വാഹനങ്ങളെല്ലാം തന്നെ ഭയത്തിലൂടെ തന്നെയാണ് ഉണ്ടാക്കുന്നതാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ദൃശ്യങ്ങളിൽ കണ്ടു. മലയിടുക്കിൽ നിന്നും അങ്ങനെ ആ വൃഷ്ടിപ്രദേശത്ത് നിന്ന് ഉരുൾപൊട്ടി കുത്തി ഒലിച്ചു വരുന്നത് കണ്ടു. ആ ദൃശ്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം അർജുൻ. അർജുൻ പീതാംബറിലേക്ക് ഞാൻ മടങ്ങി വരാം. ബി ബാലഗോപാൽ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലഗോപാലൻ, ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും മഴ ശക്തമായി തന്നെ ഉണ്ടല്ലോ. നേരത്തെ മലയിടിച്ചിലിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു, ഹരിദ്വാറിൽ, അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ. എന്താണ് മൊത്തത്തിൽ മഴയുടെ ഒരു അവസ്ഥ? കെടുതി രൂക്ഷമാണോ? മോത്തി, ഉത്തരേന്ത്യയിലെ ഈ മലയോര മേഖലകളിൽ കാര്യമായ മഴ ഇന്നും തുടരുന്നുണ്ട്. ഇന്നലെ വലിയ അതിശക്തമായ മഴയായിരുന്നു പല മേഖലകളിലും ഉണ്ടായിരുന്നത്. ഈ ഉത്തരാഖണ്ഡിന് പുറമെ ഹിമാചൽ പ്രദേശിലെയും പല മേഖലകളിലും കനത്ത മഴയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 4 ദേശീയപാതകളും 450ഓളം റോഡുകളുമാണ് ഈ ഹിമാചൽ പ്രദേശിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ ഈ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലേക്ക് വരികയാണെങ്കിൽ ഉത്തരാഖണ്ഡിൽ ഹരിദ്വാർ, അതുപോലെ തന്നെ ഋഷികേശ് തുടങ്ങിയ പല മേഖലകളിലും മഴയായിരുന്നു. ഗംഗ അതിശക്തമായ ഒഴുക്കാണ് ഗംഗയുടെ പല മേഖലകളിലും നമുക്ക് ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ വ്യാപകമായ തോതിൽ ഉത്തരാഖണ്ഡിൽ ഈ ഋഷികേശ്, ശ്രീനഗർ, അതുപോലെ തന്നെ രുദ്രപ്രയാഗ്, കർണപ്രയാഗ് തുടങ്ങിയ മേഖലകളിലൊക്കെ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഈ ഹരിദ്വാറിൽ നിന്ന് ഏതാണ്ട്
രുദ്രപ്രയാഗിലേക്ക് പോകുന്ന വഴിയിൽ പല മേഖലകളിലും ഈ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ റോഡുകളിലൂടെയുള്ള ഗതാഗതം ഇപ്പോൾ ഏറെക്കുറെ തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഉൾപ്രദേശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പല റോഡുകളും ഈ മഴയിൽ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ധാരാലി ഹാർഷിൽ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ദുരന്തത്തിൽ ഈ രക്ഷാപ്രവർത്തനം വളരെ വൈകുന്നത്, അതിന് കാലതാമസം എടുക്കുന്നത്. നിലവിൽ രജപുട്ടാന റൈഫിൾസിന്റെ 150ഓളം സൈനികരാണ് കേണൽ ഹർഷവർദ്ധന്റെ നേതൃത്വത്തിൽ ഈ രക്ഷാപ്രവർത്തനം ഈ ഹാർഷിൽ ധാരാലി മേഖലയിൽ നടത്തുന്നത്. രാവിലെയോടുകൂടി കൂടുതൽ ഈ SDRF അംഗങ്ങളെ അവിടെ എത്തിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. കാരണം അവർ ഈ മസൂറി ധനോൾട്ടി വഴി ഈ ഹാർഷിൽ എത്തുന്നതിനുള്ള ഹാർഷിൽ ഉത്തരകാശിയിൽ എത്തുകയും അവിടെ നിന്ന് അവരെ ഈ ഹാർഷിൽ ധാരാലി മേഖലയിൽ എത്തിക്കുന്നതിനുമുള്ള ഒരു ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. പക്ഷേ ആ മേഖലകളിലേക്ക് പോകുന്ന പല പ്രദേശങ്ങളിലും ഈ റോഡുകൾ പൂർണ്ണമായും തകർത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വാഹന ഗതാഗതത്തിനൊക്കെ വലിയ തടസ്സവും പ്രതിബന്ധതയും ഒക്കെ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്.